ഹലോ ഗായ്സ്, ഭ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യാഴാഴ്ചയാണ് ഗായ്സ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാലയിടുന്നു. അതാണ് ഇന്നത്തെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഞങ്ങൾ മാലയിടുന്നതാണ് പ്രത്യേകത. രാവിലെ അന്നമ്മ എണീറ്റിരിക്കുന്നു. അവളാണ് രാവിലെ എണീറ്റത്. അവളാണ് രാവിലെ എണീറ്റ്. സമയം ഇപ്പം എത്ര 4:30 എന്തോ ആയെന്ന് തോന്നുന്നു. 4:45 എന്തോ ആയെന്ന് തോന്നുന്നു. അവളാണ് രാവിലെ എണീറ്റ്. അങ്ങനെ അപ്പോൾ മാലയിടുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ തോന്നി. അങ്ങനെ അവൾ തുടയ്ക്കാനുള്ള പുറപ്പാടിലാണ് ഗായ്സ്. അങ്ങനെ അന്നമ്മ രാവിലെ എണീറ്റ് അവളുടെ ജോലികളൊക്കെ തുടങ്ങി. അവൾ തൂത്ത് തുടച്ച് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാം അതുവരെ ചേട്ടായി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുഖമായിട്ട് പുതപ്പ് മൂടി കിടന്ന് ഉറങ്ങിയാണ്. അങ്ങനെ അതാണെങ്കിൽ നല്ല രാത്രി മൊത്തം ഭയങ്കര മഴ. ഇതാണ് പുതപ്പ് മൂടി കിടക്കണം. ഞാൻ കാണുന്നത് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴയായിരുന്നു. അങ്ങനെ പിന്നെ അവളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് അവൾ കുടിച്ച് ഫ്രഷായതിനു ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങണതാണ്. ഇത് നമ്മളെ പുറകു വെച്ചോണം. ഭയങ്കര ഇരുട്ടായിട്ട് കിടക്കണ. അവിടെയൊന്നും വെട്ടമേ ഇല്ല. അങ്ങനെ അവളെല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം അവൾ വിളക്ക് കത്തിക്കാനായിട്ട് പോകണം. അങ്ങനെ വിളക്കെല്ലാം തേച്ച് കഴുകി അങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ് ഗായ്സ്. അങ്ങനെ അപ്പോഴത്തേക്കും എന്നെ എണീപ്പിച്ചു. അങ്ങനെ അപ്പോൾ അവളുടെ വിളക്കും എല്ലാം കത്തിച്ചിട്ട് നീലൂട്ടനെ എളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കാമെന്ന് കരുതി. അങ്ങനെ നിൽക്കുകയാണ് ഗായ്സ്. പിന്നെ തലേദിവസം നല്ല മഴ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കാൻ തോന്നിയത്. പിന്നെ പാലയിടുന്നതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ ഒപ്പിക്കും പോകണം. 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7:45 ഇറങ്ങണം. പ്രീ ഒപ്പി ഉണ്ട്. അപ്പോഴെല്ലാം GH പ്രീ ഒപ്പിക്ക് പോയി ശാഖുമാരൻ സാറിനെ കാണണം. പിന്നെ പുല്ലാനക്കോട്ടയിൽ പോകണം. അവിടുത്തെ കുറച്ച് കോൾസും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് മാല ഇടണം. പിന്നെ ഫുഡ് കഴിക്കണം. കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റേ പറ്റുള്ളൂ. അങ്ങനെ എണീറ്റ ഞാൻ ഗായ്സ് വീണ്ടും കിടന്നുറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഞാൻ എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങി ഗായ്സ്. അപ്പോഴത്തേക്കും പിന്നെ അവൾ ഇറങ്ങി വിളക്കെല്ലാം കത്തിച്ച് റെഡിയാക്കിയിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അപ്പോഴും ഞാൻ സമയം നോക്കിയപ്പോൾ 5:15 ആയതുള്ളൂ. അങ്ങനെ അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് അവൾ റെഡിയാവും. അവൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ നീലൂട്ടനെ എണീപ്പിക്കുമല്ലോ കരുതി. പിന്നെ അടുത്ത പരിപാടി അവൾ വിളക്ക് എത്തിക്കാൻ പോയാണ്. അവൾ വിളക്ക് എത്തിക്കാൻ എൻ്റെ അടുത്ത് എണിയെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഉറക്കം വന്ന്. അങ്ങനെ അവൾ വിളക്കെല്ലാം കത്തിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ പിന്നെ വിളക്കെല്ലാം കത്തിച്ച് ഞാനും എണീറ്റ് ഞാൻ നീലൂസിനെ ഉണർത്താൻ നോക്കണം. അവൻ ഒരു വിധത്തിൽ എണീക്കില്ല. അവൻ വീട്ടിൽ എണീക്കണത് ഒരു 8 മണിയൊക്കെ കഴിയും. 8-8:30 കൂടിപ്പോയി 9 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ എണീക്കാൻ. റേറ് ദിവസങ്ങളിലൊക്കെ നേരത്തെ എണീക്കും. 7 ദിവസങ്ങളിൽ എണീക്കും. ഒരു വിധത്തിൽ അടിച്ചുണർത്തിയിട്ട് മാലയുടെ പോണ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നീലൂട്ടൻ കേൾക്കില്ല. അങ്ങനെ നീലൂട്ടൻ കിടന്ന് ഉറങ്ങിയ കഴിയുന്നു. നീലൂട്ടൻ ഒരു വിധത്തിൽ എണീക്കില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അവനെ എണിപ്പിക്കാനുള്ള ഐഡിയ നോക്കിയാണ്. അങ്ങനെ തട്ടിക്കുറഞ്ഞ് എന്നിട്ടോ കിടന്ന കരയായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നും റെഡിയല്ല. പിന്നെ കുറേ നേരം നീലൂട്ട അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ വരും. അങ്ങനെ ഗൈസ് അങ്ങനെ പെട്ടിട്ടും അവൻ ഒരു വിധത്തിൽ എണീക്കില്ല. അവൻ എണീക്കണതേ ഇല്ല. ലാസ്റ്റ് പിന്നെ കുറേ നേരം അങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴും അവൻ എണീക്കില്ല. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വന്ന് പിന്നെ മാലയുടെ കാര്യം എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരമായപ്പം ഒരു എണീക്കാണ്ടൊരു മൂടൊക്കെ വന്നു. അങ്ങനെ പയ്യെ തട്ടി അവനെ ഉണർത്തി. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവനെ കുളിപ്പിക്കണം. അത് നേരെ വെളുത്തോടെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കണം. പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് ഇത്തിരി ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന്. അങ്ങനെ അവൾ വെള്ളം ചൂടാക്കാനായിട്ട് പോയി എന്നമ്മ. അങ്ങനെ പിന്നെ അപ്പോഴത്തെ അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ കിടന്ന് എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എണീക്കും അവൻ. എണീറ്റ് പിന്നെ അങ്ങനെ ഗായ്സ് നീലൂസ് എണീക്കാതെ അങ്ങനെ കിടന്ന് അപ്പോഴത്തേക്ക് അന്നമ്മ വെള്ളം ചൂടാക്കി എല്ലാം റെഡിയാക്കി. അപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ മേലെ കയ്യിലിട്ട് നീലൂസ് എണീറ്റ്. രാവിലെ
മാല ഇടണമെന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഇതാണ് വയ്യ. എങ്കിലും കുഴപ്പമില്ല, രാവിലെ എണീച്ച് ശീലിക്കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ അവനെ പുറത്ത് വെച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച്. അവനെ പുറത്ത് വെച്ച് കുളിപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ നിന്നും കുളിച്ച് റെഡിയായി വന്നോണ്ടേ നമ്മൾ നേരെ അടുത്തത് മാല ഇടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മാല ഇടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ അവനെ പറഞ്ഞ് എൻ്റെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ സെറ്റാക്കി. ഇനിയിപ്പോൾ അവനെ വെളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിൽ കുളിപ്പിക്കാമെന്നുള്ള ഐഡിയയിലാണ്. അങ്ങനെ നീലൂസിനെ കുളിപ്പിക്കാനായിട്ട് ഗൈസ് പുറത്ത് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഗൈസ്. അങ്ങനെ നീലൂസിനെ ടിങ് 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 ബാക്കിൽ പുറകിലൊരു പൈപ്പുണ്ട്. അപ്പോൾ അവിടെ നീലൂസിനെ അങ്ങനെ കൊണ്ടുപോയി നിർത്തി അവിടെ ആയിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഗായ്സ് നീലൂട്ടനെ കുളിച്ചിറക്കി. അങ്ങനെ നമ്മൾ നേരെ കോവിലിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നീലൂട്ടൻ്റെ കന്നിമല ആദ്യമായിട്ട് നീലൂട്ടൻ ശബരിമലയ്ക്ക് മാലയിടുന്നു ഗായ്സ്. അങ്ങനെ നീലൂട്ടിനെ കൊണ്ട് നമ്മൾ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ധർമ്മശാസ്ത്ര ക്ഷേത്രം. അങ്ങനെ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന നീലൂട്ടനെ കന്നിമല കന്നിസ്വാമി. അങ്ങനെ ഇന്നു മുതൽ നീലൂട്ടൻ കന്നിസ്വാമിയാണ് ഗായ്സ്. അങ്ങനെ നീലൂട്ടനെ മാലയിട്ടു പോറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനും മാലയിടുന്നു ഗായ്സ്. അങ്ങനെ ഞാനും നീലൂട്ടനും അങ്ങനെ മാലയിടുന്നു ഗായ്സ്. അങ്ങനെ എല്ലാം കൂടി ഒരു 45-50 ദിവസത്തിനകത്ത് വ്രതം ഉണ്ട് ഗായ്സ്. അങ്ങനെ ജനുവരി 5-നാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കണം പോകാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് മാലയെല്ലാം ഇട്ട് നീലൂസിനെ ചന്ദനമൊക്കെ ഇട്ട് മാലയിലും ചന്ദനവും എല്ലാം റെഡിയാക്കി ഇട്ട് അങ്ങനെ നീലൂസിനെ കൊണ്ട് തേങ്ങ അടിപ്പിക്കുന്നുണ്ട്. ആദ്യം 1, 2, 3 തൊട്ട് അവൻ അടിച്ച്, എന്നിട്ട് അത് പൊട്ടല്ല, എന്നിട്ട് അവന് വാശി അവൻ തന്നെ അടിക്കണമെന്ന്. അങ്ങനെ 2 വട്ടം 3 വട്ടമായപ്പോൾ ഞാൻ തന്നെ എടുത്ത് അടിച്ച് പൊട്ടിച്ച്. പിന്നെ അതിൽ നിന്നൊരു തുണ്ട് എടുത്തിട്ട് തിന്നാൻ വേണ്ടി എടുത്തതാണ്. അതിനെ എടുത്തൊരൊറ്റ കയറി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ. പിന്നെ ഇറങ്ങി അവൻ്റെ ഷർട്ടെല്ലാം ഇട്ട് കൊടുത്ത്, അന്നമ്മ തന്നെ അവന് ഷർട്ടും എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് ഗായ്സ്. അങ്ങനെ ഇനി നേരെ വീട്ടിൽ പോവുക, ഡബേന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക, കഴിക്കുക, പിന്നെ നേരെ പ്രിയോപ്പിക്ക് പോവുക, അവിടെ നിന്ന് ജോലിക്ക് പോവുക. ഇതാണ് പ്ലാൻ ഗായ്സ്. അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി. അന്നമ്മ ചടപടേന്ന് ചമ്മന്തി അരച്ച് ചമ്മന്തി ഉണ്ടാക്കി. ഇഡ്ഡലി ചമ്മന്തിയാണ്. ഇഡ്ഡലി ചമ്മന്തി ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഒരു 15 മിനിറ്റ് പോലും വേണ്ട. ആ ഇഡലി കുട്ടും എടുത്തിട്ട് ഇഡലി ഒഴിച്ച് നേരെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി ചെയ്യും. അങ്ങനെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നമ്മത ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക്, ഇഡ്ഡലിയും ചമ്മന്തി ആകുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ നേരെ പ്രിയോപ്പിക്ക് ജായക. അങ്ങനെ ഗായ്സ് എങ്ങനെ എൻ്റെ അമ്മതായി ഇഡലിയും ചമ്മന്തി എല്ലാം റെഡിയാക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വിശന്നു ഉപ്പാടളവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റല്ലേ, അപ്പോൾ എന്നെക്കാൾ വിശപ്പ് അവൾക്ക് കാണും. കാര്യം അവളാണ് ആദ്യം എണീറ്റത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. ഞാനും നീലൂട്ടനും എണീറ്റത്. എങ്കിലും വിശപ്പ്, അതുമല്ല എനിക്ക് പെട്ടെന്ന് പോവേ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇഡലി റെഡി ആയിട്ടുണ്ട് ഗൈസ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയോപ്പിക്ക് GH എത്തണം, 8 മണിക്ക് മുമ്പെങ്കിലും എത്തണം. കറക്റ്റാണ് ശ്യാംകുമാർ സാറ് 8:05 വരും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അവിടെ നിൽക്കണം. നേരത്തെ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്യാംകുമാർ സാറിനെ കണ്ട് പിന്നെ നേരെ അവിടെ നിന്ന് നേരെ പുലനാർക്കോട്ടെ പോകണം. ഇതാണ് പരിപാടി. പക്ഷേ അവിടെ GH എത്തണം, അതിന് മുമ്പേ നേരത്തെ എത്തണം. അതാണ് പരിപാടി. അങ്ങനെ അന്നമ്മ ഇഡലി എല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇനിയിപ്പോൾ ചായയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീർന്നു. അങ്ങനെ അവൾ അവസാനത്തെ ചായയും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ്.
അങ്ങനെ ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇഡലിയും ചായയും കുടിക്കുക, ഡ്രസ്സ് മാറുക, നേരെ ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തോട്ട് ഓടുക. കടയെന്നും ചടയെന്നും പറഞ്ഞു പോവുക. ബാഗും സാധന ജംഗമ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് നേരെ പോകുക. പിന്നെ ഇന്നിപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നില്ല. രാവിലെ ഇത്തിരി വെട്ടമൊക്കെ ഉണ്ട്, നല്ല വെട്ടമുണ്ട്. അതുകൊണ്ട് മഴ കാണൂല. എങ്കിലും കോട്ടൊക്കെ എടുത്തേക്കാം, പറയാൻ പറ്റില്ല, നമ്മളെ ക്ലൈമറ്റല്ലേ. മഴ വന്നു കഴിഞ്ഞാൽ കോട്ടയിട്ടുണ്ട് പോകാം. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനും നീലൂട്ടനും ഇന്നും കഴിച്ച് ഇഡലിയും ചമ്മന്തിയും കഴിച്ച്. ഞാൻ കഴിക്കണ ഗണപതി ഇരുന്ന് കഴിക്കണമല്ലേ. എങ്കിലും കുഴപ്പമില്ല, വിശന്നാണ് ഇരിക്കണം. അങ്ങനെ ഷടപടാന്ന് കഴിച്ച് നേരെ ഇങ്ങോട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറയുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണം, എന്നെ നീലൂട്ടനെല്ലാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ യു, സി യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.